നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ചെറ്റത്തരം പരാമർശത്തിന് മറുപടിയുമായി CPM വിട്ട മുതിർന്ന നേതാവ് ജി സുധാകരൻ. ചെറ്റ എന്ന് വിളിച്ചതിൽ അഭിമാനം കൊള്ളുന്നുവെന്നാണ് ജി സുധാകരൻ മറുപടിയായി പറഞ്ഞത്. ചെറ്റപ്പുരയും ചെറ്റക്കുടിലും പാവപ്പെട്ടവന്റെ വീടാണെന്നും ചെറ്റ എന്നാൽ അടിസ്ഥാന വർഗത്തിന്റെ പുരയാണെന്നും ജി സുധാകരൻ പറഞ്ഞു. ആ ചെറ്റപ്പുരയെ ആക്ഷേപിക്കുകയാണ് തന്നെ ചെറ്റ എന്ന് വിളിക്കുക വഴി മുഖ്യമന്ത്രി ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. 18 വയസ്സുവരെ ഞാൻ ഓലമേഞ്ഞ ചെറ്റപ്പുരയിലാണ് ജീവിച്ചത്. ചാണകത്തിണ്ണയിലാണ് കഴിഞ്ഞത്. മുഖ്യമന്ത്രിക്ക് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ല. നിഘണ്ടു വായിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയെ വിമർശിക്കും ഞാൻ, പക്ഷേ ചീത്ത പറയില്ല. അതിൻ്റെ ഗുരുത്വമാണ്. ചെറ്റ എന്നല്ല, ഇനി വറ്റ മത്സ്യം എന്ന് വിളിച്ചാലും ഞാൻ ചീത്ത പറയില്ല, ജി സുധാകരൻ പറഞ്ഞു. UDF ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തനിക്ക് പാർലമെന്ററി മോഹമാണ് എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞെന്നാണ് കേട്ടതെന്നും ആര് നിന്നാലും ജയിക്കാൻ കഴിയുന്ന മണ്ഡലത്തിൽ നിന്നാൽ ആർക്കും ജയിക്കാമെന്നും സുധാകരൻ പറഞ്ഞു. എനിക്ക് പാർലമെന്ററി മോഹമാണ് എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയും അങ്ങനെ പറഞ്ഞു എന്നാണ് കേട്ടത്. മുഖ്യമന്ത്രി 9 തവണ മത്സരിച്ചു. ആ മണ്ഡലത്തിൽ ഇതുവരെ ആരും തോറ്റിട്ടില്ല. ആരും ജയിക്കാൻ കഴിയുന്ന മണ്ഡലത്തിൽ നിന്നാൽ ആർക്കും ജയിക്കാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ജയിച്ചത്. ആലപ്പുഴ പോലെയല്ല കണ്ണൂർ. ആര് നിന്നാലും ജയിക്കും. മരിക്കുന്നതുവരെ AKG പാർലമെന്ററി മെമ്പർ ആയിരുന്നല്ലോ, ജി സുധാകരൻ പറഞ്ഞു. വിജയരാഘവന്റെ വിമർശനത്തിനും ജി സുധാകരൻ മറുപടി പറഞ്ഞു. വിജയരാഘവന് അമ്പലപ്പുഴയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും യോഗത്തിനായി മാത്രമാണ് വന്നിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പ്രസംഗിക്കുന്നിടത്ത് തനിക്ക് 5000 വോട്ട് കൂടുമെന്നും വിജയരാഘവൻ പറഞ്ഞു. നേരത്തെ ജി സുധാകരൻ എത്ര വലിയ ചെറ്റത്തരമാണ് കാണിച്ചത് എന്നാണ് ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിനിടെ മുഖ്യമന്ത്രി പറഞ്ഞത്. ജി സുധാകരൻ എത്ര വലിയ ചെറ്റത്തരമാണ് കാണിച്ചത്, അതിന് വേറെ വാക്കില്ല. വഞ്ചനയ്ക്ക് ഇതിൽ പരം വിശേഷണമുണ്ടോ? എത്ര വലിയ വഞ്ചനയാണ് കാണിച്ചത്. അദ്ദേഹത്തിൽ പാർട്ടി അർപ്പിച്ച വിശ്വാസം മുഴുവൻ കളഞ്ഞുകുളിച്ച് മറ്റൊരു ഗൂഢാലോചനയിൽ ഏർപ്പെട്ട് അതിന്റെ ഭാഗമായി മറ്റേ ഭാഗത്തിന്റെ പിന്തുണയോടെ സ്ഥാനാർത്ഥിയായി മാറുന്നുവെന്ന് വന്നാൽ അതെത്ര വലിയ പാതകമാണ്. അതിനെ വിശേഷിപ്പിക്കാൻ സാധാരണഗതിയിൽ വാക്കുകളില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. പാർട്ടി വലിയ തോതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു. സഖാക്കളിൽ പാർട്ടിക്ക് വലിയ വിശ്വാസമുണ്ടായിരുന്നു. ഉറച്ച പാർട്ടിക്കാരനായിരുന്നു ജി സുധാകരൻ. മറ്റൊരു തരത്തിൽ കാര്യങ്ങൾ വളരുമെന്ന് പാർട്ടി പ്രതീക്ഷിച്ചില്ല. സാധാരണ രീതിയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. പക്ഷേ മുൻപേ ഇതിനു വേണ്ടി കളമൊരുക്കുകയായിരുന്നു. അതാണിപ്പോൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് സംഭവിക്കുന്നതല്ലല്ലോ. സുധാകരനെ അനുനയിപ്പിക്കാൻ താൻ വിളിച്ചിരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി ജി സുധാകരൻ രംഗത്ത് വന്നത്. UDF ജനറൽ ബോഡി യോഗത്തിലായിരുന്നു ജി സുധാകരൻ തുറന്നടിച്ചത്. തനിക്ക് പാർലമെന്ററി മോഹമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആര് നിന്നാലും ജയിക്കാൻ കഴിയുന്ന മണ്ഡലത്തിൽ നിന്നാൽ ആർക്കും ജയിക്കാമെന്നും ജി സുധാകരൻ തുറന്നടിച്ചു.